ഹായ് ഫ്രണ്ട്സ്, പൈനാപ്പിളും കുറച്ച് റവയും ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ ഹൽവയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു ഗ്ലാസ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏത് റവ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒരു ഗ്ലാസ് റവ എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. നല്ലപോലെ പൊടിച്ചെടുത്ത് നമ്മുടെ റവ മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമുക്കിത് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് 2 പ്രാവശ്യം ഇത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരിച്ചെടുക്കാം. അരിപ്പയിൽ ബാക്കി വരുന്ന റവയുടെ പൊടി വീണ്ടും ഒരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പാല് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. വീണ്ടും ഒരു 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ കുറച്ച് വെള്ളവും ബാക്കി ഇത് അടിയിലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ വെള്ളം നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് പുറത്തേക്ക് കളയാം. ബാക്കിയുള്ളത് നല്ലപോലെ മിക്സാക്കി നമുക്ക് അളന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 1 ഗ്ലാസും 1/4 ഗ്ലാസും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലൊഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ നല്ല പഴുത്ത പൈനാപ്പിൾ ഇവിടെ എടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പൈനാപ്പിൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് നമ്മുടെ ഇത് അരിച്ചെടുക്കാം. ഇതിൽ നിന്ന് ഒരു ചെറിയ കപ്പ് പൈനാപ്പിൾ പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ജ്യൂസാക്കിയത് നമ്മൾ അളന്ന് നോക്കി നമുക്ക് 2 ഗ്ലാസോളം ജ്യൂസ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ റവയുടെ പാല് മാറ്റി വെച്ചതിലോട്ട് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഫ്രൈ പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് നമ്മൾ പൈനാപ്പിളിൻ്റെ മാറ്റി വെച്ച പീസ് അതിലോട്ടിട്ട് നല്ലപോലെ വിളയിച്ചെടുക്കാം. ഈ സമയം നമുക്ക് പഞ്ചസാര ബ്രൗൺ നിറം ആകേണ്ട കാര്യമില്ല. അതിന് കളറൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓഫാക്കി അത് മാറ്റി വയ്ക്കാം. മറ്റൊരു അടിക്കട്ടിയുള്ള പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യൊക്കെ ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കാഷ്നട്ടോ കിസ്മിസോ അതുപോലെ തന്നെ നമുക്ക് കപ്പലണ്ടിയോ അല്ലെങ്കിൽ പിസ്തയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മൾ പൈനാപ്പിൾ ജ്യൂസും അതുപോലെ തന്നെ റവയുടെ പാലെടുത്തതും കൂടി മിക്സാക്കി മാറ്റി വെച്ചിരുന്നു. അത് ഒഴിച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ട് പ്രത്യേകം മിക്സാക്കി എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അതിലോട്ട് 1 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കൈവിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കാം. അത് പ്രത്യേക സമയമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഈ ഒരു സമയം നമുക്ക് പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയിട്ട് നമുക്ക് 1 ഗ്ലാസ് മധുരം പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒന്നും കൂടി മെൽറ്റായിട്ട് അത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മൊത്തം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യെങ്കിലും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യൊക്കെ ഇട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അതിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെ വിളയിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിളിൻ്റെ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനിയിപ്പോൾ ഇതിന് 2 ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ യോജിച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പലണ്ടിയോ കാഷ്നട്ടോ കിസ്മിസോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒരു നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വരുമ്പോൾ അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയാൽ മതി. ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെയ്യൊക്കെ തടവിയ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ ഒരു കൂട്ട് അപ്പം തന്നെ മാറ്റി കൊടുക്കാം. ഇനി ചതുരത്തിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് ബോളിലോട്ടാണ് ഇത് മാറ്റി കൊടുക്കുന്നത്. ഇനി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് 4 റൗണ്ട് വിടിച്ചെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റു വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ. താങ്ക് യു.